ഉദ്ധിത, ദൈവമേ, രക്ഷക, സമാധാനമേ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് മറ്റുള്ളവരെല്ലാവരും എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരണമെന്ന്. എന്നാൽ ഇതിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് മറ്റുള്ളവരുടെ എല്ലാ ആഗ്രഹങ്ങളുമാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മറ്റുള്ളവരെ കടന്നു ചെന്ന് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ ഒരു തിരുവചനം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തു പറഞ്ഞ വലിയ രഹസ്യം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അവിടെ സ്നേഹവും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നുണ്ട്. അതായത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. എന്നാൽ പലപ്പോഴും ചില കേസുകളിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അതായത് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം മേടിച്ച് കൊടുക്കാം, ദാഹിക്കുന്നതിന് വെള്ളം കുടിക്കാൻ കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, പണമില്ലാത്തവർക്ക് പണം കൊടുക്കാം. എന്നാൽ സ്ത്രീ വിഷയത്തിൽ അങ്ങനെയല്ല. പലപ്പോഴും നല്ല ശതമാനം സ്ത്രീകളും അവരുടെ ജീവൻ്റെ അംശമായി തീരുവാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ശാരീരികമായ തലത്തിലുള്ളതും സെക്സ്പരമായ തലത്തിലുള്ള ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിത്തീരുന്നതും ഈ ഒരു തലത്തിൽ തന്നെയാണ്. എന്നാൽ ആ തിരിച്ചറിവുണ്ടെങ്കിൽ, വിവേകത്തോടു കൂടി ആ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആത്മീയമായിട്ട് പറയുകയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചേട്ടനെ, ഒത്തിരി സ്നേഹമുണ്ട്, ജീവൻ്റെ ജീവനാണ്, എല്ലാം ചെയ്തു തരാമെന്ന് ആത്മീയമായി പറയുന്നതോടൊപ്പം തന്നെ ഭൗതികമായ രീതിയിലൊരു സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ ഒരു മുതലെടുപ്പിനുള്ള കാരണമായി തീരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിന് വ്യത്യസ്തമായിട്ട് അത് പ്രവൃത്തിയിൽ കാണാതെ വരുമ്പോൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ അകന്നു പോവുകയും അതോടൊപ്പം പുരുഷൻ പുരുഷൻ്റെ കാര്യവും സ്ത്രീ സ്ത്രീയുടെ കാര്യവും നോക്കി പോകുന്നൊരു തലത്തിലേക്ക് ഭാവിയിൽ എത്തിച്ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം പറയുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു മനോഭാവം കൂടി ഉണ്ടാകണം. എന്നാൽ അതിനൊക്കെ ഒരു ധാർമ്മിക മൂല്യവും ഒരു നീതിയും ഒരു കരുണയൊക്കെ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആയതിനാൽ നമ്മൾ ചിന്തിക്കുക, ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നം ഒഴിവാക്കുവാനും ദൈവിക തലത്തോട് വളരുവാനും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അങ്ങോട്ട് സ്നേഹിക്കുവാനും സ്നേഹത്തിൻ്റെ തലത്തിലുള്ള വിവേകത്തോടെ തിരിച്ചറിവും ഞാൻ പറഞ്ഞ പ്രത്യേക കാര്യത്തിൽ ഉണ്ടായിത്തീരുകയാണെങ്കിൽ നമുക്ക് സ്നേഹത്തിലെടുക്കുവാനും സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ വളരുവാനും മറ്റുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കുവാനും അതോടൊപ്പം സ്നേഹ സമൂഹമായി മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അത്തരത്തിലുള്ള കൃപയിലേക്ക് വളരുവാൻ സർവശക്തനായ ക്രിസ്തു എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചുവാക്കുകൾ തീർക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി.